നേരത്തെ നിങ്ങളൊരു ചോദ്യം ചോദിച്ചു. രാഹുൽ ഗാന്ധി എല്ലാ സമയത്തും പാർലമെൻ്റ് അംഗത്തെ ഇവിടെ കാണുന്നുണ്ടോ? കാണുന്നില്ല. ഇന്ത്യൻ്റെ അവസ്ഥ അതീവ ഭീകരമാണ്. ഞാൻ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ മണിപ്പൂരിലെ ഇംഫാലിൽ പോയ ആളാണ്. ഞാൻ അവിടെയുള്ള ആളുകളോട് പരസ്പരം ഒരുപാട് പേരോട് സംസാരിച്ചു. ഞാൻ മാർക്കറ്റിൽ പോയി ചോദിച്ചറിഞ്ഞു. ഞാൻ അവിടെയുള്ളതായിരിക്കുന്ന മിഷണറി പ്രവർത്തനം നടത്തുന്നതായിരിക്കുന്ന ഞാൻ ആളുകളോട് സംസാരിച്ചു. അച്ഛന്മാരോട് ഞാൻ പലരെയും കണ്ടു. വേദനയോടുകൂടി ഞാൻ എൻ്റെ ടാക്സി ഓടിച്ചത് ഒരു കുമാർ എന്ന് പറഞ്ഞ ഡ്രൈവറാണ്. അദ്ദേഹം പറയാണ് അദ്ദേഹത്തിൻ്റെ ബ്രദർ കല്യാണം കഴിച്ചത്, അദ്ദേഹം മേത്തിയാണ്, മേത്തേ സമുദായം. അദ്ദേഹത്തിൻ്റെ ബ്രദർ കല്യാണം കഴിച്ച കുക്കിയാണ്. ഇവരൊക്കെ ഒരുമിച്ച് ജീവിക്കുന്നവരാണ്. ഞാൻ ചോദിക്കുന്നു, ഒരു ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത്? ഒരു രണ്ട് കമ്മ്യൂണിറ്റിയെ പരസ്പരം അടുപ്പിച്ച് ആ രണ്ട് കമ്മ്യൂണിറ്റിയെ അടുപ്പിച്ചതിൻ്റെ മറവിൽ ക്രൈസ്തവ ജനതയ്ക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ വംശീയ കലാപമാക്കിയത് മാറ്റി. ചർച്ചുകൾ തകർന്നു, കുരിശടികൾ തകർത്തു, ബൈബിൾ കത്തിച്ചു, സ്ത്രീകളെ വിവസ്ത്രയാക്കി നടത്തിച്ചു, കൊച്ചുകുട്ടികളെ ബലാത്സംഗം ചെയ്തു. ഇത്രയധികം കാഠിന്യമുള്ള അനുഭവമുണ്ടായ ഒരു സംഭവം അടുത്ത കാലത്ത് ഇന്ത്യ രാജ്യത്താണ്. മാസങ്ങളായി നടക്കല്ലേ. മത്തായി സുവിശേഷം 7:7-1 അതിപ്രധാനമായിട്ടുള്ളൊരു വാചകവും ഇന്ത്യൻ പ്രധാനമന്ത്രിയോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം അതാണ്. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും മറ്റുള്ളവർക്കെതിരെ വിധിക്കാതിരിക്കുക. നിങ്ങൾ വിധിക്കുന്നതിന് വേണ്ടി ഏത് അളവുകോലാണോ നിങ്ങൾ ഉപയോഗിച്ചത് അതേ അളവുകോൽ ഉപയോഗിച്ച് നിങ്ങളും വിധിക്കപ്പെടും. ഈ രാജ്യത്ത് ജനാധിപത്യത്തെ തകർക്കാൻ, മുഖ്യമന്ത്രിമാരെ ജയിലിലടയ്ക്കാൻ, ED ഉപയോഗിച്ചുകൊണ്ട് തകർക്കാൻ, ജനങ്ങളെ പേടിപ്പിച്ച് തകർക്കാൻ, ന്യൂനപക്ഷങ്ങൾക്കെതിരായി, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരായി, മറ്റുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരായി ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ മിണ്ടാതെ ഇരിക്കുന്നതായിട്ടുള്ള രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. വളരെ ഗൗരവമായിട്ടുള്ള സാഹചര്യമാണ്. ഇപ്പോൾ ഇന്ത്യ രാജ്യത്തെ ബിഷപ്പുമാരുടെ ഒരുമിച്ചുള്ളതായിരിക്കുന്ന ഒരു വലിയ പ്രക്ഷോഭം ജന്തർ മന്ദറിൽ അരങ്ങേറി. എനിക്ക് തോന്നുന്നു ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെ സംഘടിതമായിട്ടുള്ള ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രക്ഷോഭം അതുപോലെ ഇന്ത്യ രാജ്യത്ത് മുമ്പുണ്ടായിട്ടില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. അവരുടെ വിവിധങ്ങളായിട്ടുള്ള ചർച്ചുകൾ, അവരുടെ ബൈബിളുകൾ, അവരുടെ ചാപ്പലുകൾ, അവരുടെ മഠങ്ങൾ, അവരുടെ സ്ഥാപനങ്ങൾ, അവരുടെ ആരാധനാക്രമങ്ങൾ, അവരുടെ മിഷണറി പ്രവർത്തനങ്ങൾ, ഇതെല്ലാം തന്നെ വ്യാപകമായി തകർക്കപ്പെടുന്നു. ഇന്ത്യ രാജ്യത്ത് തകർക്കപ്പെട്ടതിൻ്റെ എണ്ണം പറഞ്ഞുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ ക്രൈസ്തവ സമുദായത്തിൻ്റെ കോൺഫെഡറേഷൻ ഒന്നിച്ച് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതുന്ന സാഹചര്യമുണ്ട്. ഇന്ത്യ രാജ്യത്തെ അറിയപ്പെടുന്ന റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥന്മാർ ഭരണകൂടത്തിന് ഒന്നിച്ച് സൈൻ ചെയ്ത് കത്ത് കൊടുക്കുന്ന സാഹചര്യമുണ്ട്. കർണാടക അതിൻ്റെ ടിപ്പിക്കൽ എക്സാമ്പിളായിരുന്നു. അപ്പോൾ ഈ വിധിക്കാൻ നേതൃത്വം കൊടുക്കുന്നവരാണ് ആര്? നരേന്ദ്രമോദിയും സംഘപരിവാറും. അവരോട് മത്തായി സുവിശേഷം വെച്ചുകൊണ്ട് പറയുന്നു, നിങ്ങളും ഒരു നാൾ വിധിക്കപ്പെടും, തർക്കമില്ല. അതിൻ്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. അതായിരിക്കും ഈ 2024 തെരഞ്ഞെടുപ്പ്.